സിനിമ ആസ്വദിക്കാൻ വേണ്ടി നിങ്ങൾ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇതുപോലെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ആളുകൾ രംഗത്തെത്തും. അവർ ചിരിപടർത്തി എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വിശേഷിപ്പിക്കുന്നത്. അനാവശ്യമായ രംഗങ്ങളിൽ കൈയടിക്കുക, അനാവശ്യമായിട്ട് ഡയലോഗ് അടിക്കുക, സൈലൻസിൽ ഡയലോഗ് അടിച്ചുകൊണ്ട് നിങ്ങളെ സിനിമ നശിപ്പിക്കുക, മൊബൈൽ ഫോണുകൾ ഒച്ചത്ത് യൂസ് ചെയ്യുക, ഫോൺ വിളിച്ച് സംസാരിക്കുക, ഇതുപോലുള്ള പല കലാപരിപാടികളും ഇവർ നടത്താറുണ്ട്. ഈ കലാപരിപാടികൾ നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ സിനിമ ആസ്വാദനം ബാധിക്കുന്നു എന്ന് പോലും മനസ്സിലാവാത്ത ഈ വിവരം കെട്ടവർ ഇതേപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ വിവരം കെട്ടവർ ആവർത്തിച്ചിട്ട് അവർ തന്നെ ചിരിപടർത്തികളായി വിശ്വസിച്ച് അവർ തന്നെ വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കും. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ എന്തായാലും അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്തരത്തിലുള്ളവരെ എങ്ങനെയെങ്കിലും കൈ കിട്ടിയൊന്ന് പെരുമാറണമെന്നോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞാൽ പോലും കേൾക്കാതെ വീണ്ടും അത് ആവേശത്തോടു കൂടി കേട്ട് അതിൻ്റെ രണ്ടരട്ടിയായിട്ട് ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ തന്നെ ഒരു തിയേറ്ററിൽ സംഭവിച്ച ഒരു കാഴ്ചയാണ് ഇത്. അയാളെ തിയേറ്ററിലെ ആളുകൾ അവർ കൃത്യമായൊരു വിശദീകരണം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വ്യക്തിയോട് നേരത്തെയും ഇതുപോലെ കംപ്ലയിൻറ്റ് കിട്ടിയപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെ ചെയ്യാതെ വീണ്ടും ബഹളം ഉണ്ടാക്കി ശബ്ദം ഉയർത്തി അലമ്പാക്കിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇയാളെ പിടിച്ച് പുറത്താക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നാമത് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലും ഒരു ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോകണമെങ്കിൽ തന്നെ എത്ര രൂപ ചിലവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ആ പൈസയും മുടക്കി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അത് ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിൽ ആരായാലും അവർക്ക് സമാധാനത്തോടു കൂടി ആ ഒരു ഓഡിയൻസിൻ്റെ വൈബിലിരുന്നുകൊണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് അവർ തിയേറ്ററുകളിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടാൽ പോരെ. ആ സിനിമ കാണാൻ വേണ്ടി വരുമ്പോൾ ഇതുപോലെ ചിലർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ആ സിനിമ നശിപ്പിക്കാൻ, ആ സിനിമയുടെ എക്സ്പീരിയൻസ് മുഴുവൻ കളയാൻ വേണ്ടിയിട്ടുള്ള ചില ചിരിപടർത്തികൾ ഉണ്ട്. ആ ചിരിപടർത്തികൾക്ക് കിട്ടിയ കരണത്തടിയാണ് ഈ വീഡിയോ. ഇത് വളരെയധികം വൈറലായി മാറി. ഈ വീഡിയോ ഇത് വളരെയധികം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു. ഈ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ കൂടെ നോക്കുമ്പോൾ ഈ വീഡിയോ വളരെയധികം വൈറലായി മാറി. കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഈ അവസ്ഥയുണ്ട്. അതായത് എല്ലാവരും ഈ അവസ്ഥയിലൂടെ പോയിട്ടുള്ളവരാണ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ പോയിട്ടുള്ളവരാണ്. ഇതുപോലെ പൈസ മുടക്കി അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും തന്നെ കിട്ടാതെ നശിപ്പിച്ച് വിട്ട ഇതുപോലെ പല ഓഡിയൻസും ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എന്നതും കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഒരു സിനിമ ആസ്വദിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആസ്പെക്ട്സ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സിനിമയായിരിക്കാം അത്. ആ സിനിമയുടെ അണിയർ പ്രവർത്തകരിൽ നിങ്ങൾ ആരുടെങ്കിലും ആളുകളുണ്ടാവാം, ചിലപ്പോൾ സിനിമയിൽ അഭിനയിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ പോട്ടെ, നിങ്ങളൊരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തിയേറ്ററിൽ പോകുമ്പോൾ നിങ്ങളുടെ റൈറ്റാണ് ആ സിനിമ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യപ്പെടണം, അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത് നിങ്ങളുടെ റൈറ്റാണ്. അതിനാണല്ലോ നിങ്ങൾ പൈസ മുടക്കി തിയേറ്ററിൽ പോകുന്നത്. പക്ഷേ ഇതുപോലുള്ള ചില ടീമുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവർ പൈസ മുടക്കുന്നതാണോ അതോ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്നതാണോ ഒന്നും അറിയില്ല. അവർ വന്നിരുന്ന് ഇതുപോലെ തമാശയൊക്കെ പറഞ്ഞ് അവരുടെ കൂട്ടുകാരോടൊപ്പം ഇരുന്ന് ഇതുപോലെ ഡയലോഗൊക്കെ അടിച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ് നോക്കിയിട്ട് അങ്ങ് പോകും. അവർ തിയേറ്ററിൽ വരുന്ന സിനിമ കാണണമെന്നല്ല, 2-3 പേരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സ്ഥലമായിട്ടായിരിക്കും അവർ തിയേറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ബാക്കിയുള്ളവർ. അവർക്ക് കിട്ടുന്ന ഏറ്റവും വേഴ്സ്റ്റ് നൈറ്റ്മെയർ ആണ് ഇതുപോലുള്ള ഓഡിയൻസ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഓഡിയൻസിൻ്റെ കൂടെ സിനിമ. അതുകൊണ്ടാണ് ഇയാളെ പുറത്താക്കുമ്പോഴേക്കും ചുറ്റും കൂടിയിരുന്ന കാണികളൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരെ ആഘോഷിക്കുന്നത്. കാരണം ഇനിയെങ്കിലും സമാധാനത്തോടുകൂടി സിനിമ കാണാമല്ലോ എന്നുള്ളതാണ് അവരുടെ സാഹചര്യത്തിലായിട്ട് നിൽക്കുന്നത്. ഇത് ഇൻ്റർവെൽ സമയത്താണ് ഇയാളെ ഇപ്പോൾ പിടിച്ച് പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. എന്തായാലും ഇത് പലർക്കും ഒരു വാർണിംഗ് ആണ്, താക്കീതാണ്. ഇതുപോലെ ദയവ് ചെയ്ത് ബാക്കിയുള്ളവരുടെ സിനിമ എക്സ്പീരിയൻസ് അലമ്പാക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ മാറാതെ ഇരിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.